Hi friends, welcome back to my YouTube channel SK YouTube Tips and Tricks. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ചാനലിന് എല്ലാവരെയും അട്രാക്ഷൻ വരുന്നത് ലോഗോയാണ്. ആദ്യം നമ്മുടെ ലോഗോ, അത് കഴിഞ്ഞിട്ട് നമ്മളെ ബാനർ. അപ്പോൾ അടുത്ത വീഡിയോ എൻ്റെ ബാനർ ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഒരു ലോഗോ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലോഗോ എങ്ങനെ ഉണ്ടാക്കാം, അതും പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ വഴി. ഇന്നത്തെ വീഡിയോ അതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിക്സൽ ആപ്പ് ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പിക്സൽ ആപ്പ് ട്രൈ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പോഴും അത് വന്നിട്ട് എഴുതിയിരിക്കും പർച്ചേസ് ആണെന്ന്. നിങ്ങൾ അതിൽ പ്രോയിൽ ടിക്ക് ചെയ്യാതിരുന്നാൽ മതി. പ്രോ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻ്റ് ആവും. പ്രോ ഇല്ലാതെ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ അല്പം ലെങ്ത് ഉണ്ട്. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ആണ് ആ ലെങ്ത് ഞാൻ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു 10-18 മിനിറ്റോട് കൂടി എൻ്റെ വീഡിയോ കാണുകയും നിങ്ങൾ അപ്പോഴപ്പോഴും പോയിട്ട് നിങ്ങളുടെ പിക്സൽ ആപ്പിൽ നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ വീഡിയോ വന്നിട്ട് സ്ലോ മോഡിൽ വെച്ച് കാണുക. കൂടുതൽ ഞാൻ സമയം കളയുന്നില്ല. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വളരെ പ്രയാസപ്പെട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. എല്ലാവരും സഹകരിക്കുക. വീണ്ടും കാണാം. സുരേഷ നാടൻ നേരെ വീഡിയോയിലേക്ക് വരും. ലോഗോ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ പിക്സൽ ആപ്പാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഇമേജ് സൈസ് ഞാൻ കസ്റ്റം എടുത്തു. 960 ഇന്ന് റഷ്യയിലെടുത്തിരിക്കുന്നു. ഓക്കെ കൊടുത്തു. ടെസ്റ്റ് കളറൊന്നും മാറ്റണ്ട. നമുക്ക് ടെസ്റ്റിന് വേണ്ടി എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് 2 ലെറ്റർ SK ക്യാപിറ്റലിൽ അടിച്ചു. ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ട് മാറ്റാം. ഫോണ്ട് ഞാൻ ആദ്യം ഇവിടെ ഉള്ളതൊന്ന് സെലക്ട് ചെയ്ത് നോക്കി. അത്ര ശരിയല്ല. അടുത്ത വീണ്ടും നമുക്ക് ഫോണ്ട് ഈ മുകളിൽ നിന്ന് ഉള്ളത് ഇതെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എടുക്കുക കേട്ടോ. നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാമല്ലോ. ഇനി നമുക്ക് അതിൻ്റെ സൈസ് വന്നിട്ട് ഞാൻ ഇവിടെ 260 വരെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റാം. ഇത് പൊസിഷൻ വന്നിട്ട് സെൻറ്ററിലാക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. കളർ ഞാൻ ഇവിടെ ബ്ലാക്ക് തൽക്കാലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഞാൻ 2 രീതിയിലാണ് ഇവിടെ നോക്കുന്നത്. കാര്യം എൻ്റെ ഇതിലെ ചുവപ്പും കൊടുത്തു. കേക്ക് വീണ്ടും ഒരു കളർ കൊടുക്കാം. ഇത് താഴെ കാണുന്നില്ലേ, അതേ രീതിയിൽ സെലക്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് ലാൻഡ്സ് ഷേപ്പിൽ വന്ന് ചെയ്യുക. അപ്പോഴ് ക്ലിയർ ആവുകയുള്ളൂ. അപ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നല്ലപോലെ ബ്ലൂ കൊടുത്താൽ ബ്ലൂ അത്ര ശരിയല്ല. വേറെ ഡാർക്ക് ബ്ലൂ ഒന്ന് കൊടുത്ത് നോക്കാം. ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഒരു ഷേപ്പ് എടുക്കണം. ഡയമണ്ട് മോഡലുള്ള ഒരു ഷേപ്പ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ എടുക്കാം കേട്ടോ. ഇതവിടെ ഒന്ന് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്ത ശേഷം ഓപ്പോസിറ്റ് വന്നിട്ട് 0യും
സ്ട്രോക്ക് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി 13 വെച്ചു. ഇനി നമുക്ക് സ്ട്രോക്ക് വന്നിട്ട് ഇനേബിൾ ചെയ്യാം. അതിൻ്റെ സ്ട്രോക്ക് വിഡ്ത്ത് വന്നിട്ട് ഞാൻ അവിടെ 4 എടുത്തിരിക്കുകയാണ്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം എന്തൊക്കെ ചെയ്തോ അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അൺലോക്ക് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഇവിടെ ഒരു ഷേപ്പ് എടുക്കുന്നതായി ഈ രീതിയിൽ ചെറുതായിട്ട് ഇവിടെ കൊണ്ടുവന്നത് അവിടെ വെച്ചു. ഇനി ഇതിനെ നമുക്ക് ഓക്കെ കൊടുക്കാം. വീണ്ടും ഒന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഈ വശത്ത് വെച്ച് ചെറുതാക്കിയിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ലോക്ക് ചെയ്യണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ലോക്ക് ചെയ്യാൻ മറക്കരുത്. ലോക്ക് ചെയ്തിട്ട് എല്ലാത്തിലും നമ്മൾ ടിക്ക് കൊടുക്കുന്നു. വീണ്ടും കംപ്ലീറ്റ് നമ്മൾ സെലക്ട് എന്തെല്ലാം ഒബ്ജക്റ്റ് എടുത്തോ അതെല്ലാം സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കണം. നമുക്ക് ഓക്കെ കൊടുക്കാം. ഈ രീതിയിൽ ഓക്കെ കൊടുത്തിട്ട് വീണ്ടും വന്നിട്ട് നമ്മൾ അൺലോക്ക് ചെയ്ത് വരിക. അപ്പോൾ ഇത് മൊത്തവും ഇത്രയും ഒന്ന് ക്ലിയറായി. ഇനി നമുക്ക് ഈ ബോക്സ് കൊടുത്തില്ലേ അതിൻ്റെ ഈ രീതിയിലാണ് നമ്മൾ മാറ്റാനുള്ളത്. ടോളറൻസ് വന്നിട്ട് ഒരു 16 നിർത്താം. അപ്പോൾ കളർ മാറുന്നതുണ്ടോ? ഇപ്പോൾ നമുക്ക് കറക്റ്റ് കളറായി. കൂടുതലായി കഴിഞ്ഞാൽ കളറ് ഒരു മങ്ങിയ കളറേ കിട്ടത്തുള്ളൂ. നമ്മൾ എവിടെയാണോ സെറ്റ് ചെയ്യാനുള്ള ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ടെസ്റ്റ് കൊടുക്കണം. ടെസ്റ്റ് എൻ്റെ ചാനലിൻ്റെത് SK യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. നിങ്ങളുടേത് ഏത് രീതിയിലോ അത് രീതിയിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ട്രിക്സ് നമ്മൾ ഡൺ കൊടുക്കുന്നു. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഫോണ്ട് വന്നിട്ട് ഇവിടെ വീണ്ടും ഒന്ന് സെലക്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. കൂടുതലായി പോയിട്ട് സൈസ് ഇപ്പം കുറയ്ക്കാം. ടിക്ക് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ കളർ ഞാനിവിടെ 2 കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. SK യൂട്യൂബ് അത് കൊടുക്കുന്നില്ല. ബാക്കി ടിപ്സ് ആൻഡ് ട്രിക്സ് സെലക്ട് ചെയ്തു. അതിനൊരു കളർ കൊടുക്കാം. ഈ വലത് ഭാഗത്ത് താഴെ കണ്ടല്ലോ, കളറിന് താഴെയുള്ള അവിടെയാണ് സെലക്ട് ചെയ്യാനുള്ളത്. ഇത് 2 വശത്ത് ഒരു 2 ബാളുകൾ കണ്ടില്ലേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കഴിഞ്ഞാൽ ഇത് സെലക്ട് ആക്കാം. നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ SK യൂട്യൂബ് എന്നുള്ളതിന് വേറൊരു കളർ കൊടുക്കാൻ നോക്കുകയാണ്. ഒറ്റ കളർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ അവിടെ റെഡ് കൊടുത്തു. ഇനി നമുക്ക് സ്ട്രോക്ക് വന്നിട്ട് ഇനേബിൾ ചെയ്യാം. ഞാൻ വിഡ്ത്ത് വന്നിട്ട് ഒരു 9 വരെ നിർത്തുന്നുള്ളൂ. ഇല്ലെങ്കിൽ കാണാൻ അത്ര രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാം. സൈസ് 63 വരെ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ കൊടുത്തു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് നോക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. വളരെ വ്യക്തമായിട്ടാണ് ഞാൻ പറയുന്നത്. ആ സ്ട്രോക്ക് കൊടുത്തു. അതൊന്ന് വിഡ്ത്ത് വന്നിട്ട് ഇപ്പം 4 നിർത്തി. അതാണ് ആ കളർ ചേഞ്ച് വന്നത്. വെള്ള കളർ വന്നില്ലേ, അത് കാണാനൊരു ലുക്കുണ്ട്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഇനി നമുക്കിതിനെല്ലാം ലോക്ക് ചെയ്യാം. എന്ത് ജോലി ചെയ്താലും അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഗാലറി പോയിട്ട് ഒരു ഷേപ്പ് എടുക്കാം. ഞാൻ ഇത് ഈ ഒരു പൂ കണക്കുള്ളത് ഇതിനെ സെലക്ട് ചെയ്തെടുത്തു.
റിലേറ്റീവ് സൈസ് ഉണ്ടല്ലോ, അതിലാണ് ഇത്. അപ്പോൾ അവിടെ നമ്മൾ വെടുത്ത് വന്നിട്ട് ഒരു വളരെ ചെറുതാക്കി 15 താഴെ ഹൈറ്റ് വന്നിട്ട് 26 വരെ. ഇനി നമുക്ക് മൂവ് ചെയ്ത് എവിടെയാണോ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവരിക. ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ടിക്ക് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ അല്പം കൂടെ നമ്മൾ ചെറുതാക്കി അവിടെ ഫിറ്റ് ചെയ്തു. കളർ നമുക്ക് ഇതിൻ്റെ ചേഞ്ച് ചെയ്യാം. ചുവപ്പകത്ത് ശരിയാവുന്നില്ല, പച്ച ശരിയാവില്ല. അപ്പം താഴെ കാണുന്നില്ലേ കളറിൻ്റെ താഴെ ഗ്രേഡിയൻറ്റ്, അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും കളർ, ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കളറാണ് കേട്ടോ. ഇതിവിടെ സെലക്ട് ചെയ്തു, അത് ശരിയല്ല. ഇനി ഇതിൻ്റെ സ്ട്രോക്കും കൂടെ കൊടുത്തു നോക്കാം. സ്ട്രോക്ക് ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് കൊടുത്തു നോക്കാം. സ്ട്രോക്ക് വിടുത്ത് വന്നിട്ട് 1 നിർത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ കറുപ്പ് കൂടുതലായി പോകും. ഓക്കെ കൊടുത്തു. അപ്പോഴും നമ്മൾ ഇവിടെ വന്നു ലോക്ക് ചെയ്യുന്നു. എല്ലാം ലോക്ക് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യുക. വെളിയിൽ വന്ന് അൺലോക്ക് ചെയ്ത് ഇനി നമുക്ക് വീണ്ടും ഗാലറി പോയിട്ട് അടുത്ത ഒരു ഷേപ്പ് കാണുന്ന ഈ ബ്രഷിൽ കണ്ടില്ലേ കളർ, അപ്പോൾ ഈ രീതിയിലുള്ള ഒന്നെടുത്ത് സെലക്ട് ചെയ്യുക. ഇത് നമുക്ക് ഇവിടെ ചെറുതാക്കാൻ വേണ്ടി റിലേറ്റീവ് സൈസ് അത് വന്നിട്ട് വെടുത്ത് തീരെ കുറച്ച് എടുത്തിരിക്കട്ടെ, 17 വരെ എടുത്ത് വെച്ച് നമുക്ക് അതിൻ്റെ എവിടെയാണോ ഫിറ്റ് ചെയ്യാനുള്ള ആ രീതിയിൽ മൂവ് ചെയ്ത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതെടുത്തെന്ന് പറഞ്ഞ് നിങ്ങളിത് ഇതേപോലുള്ള എടുക്കണമെന്നില്ല. ഈ ഞാൻ എന്തെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് യൂസ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലെല്ലാം ഞാൻ ലിങ്ക് കൊടുത്തിരിക്കുക. എന്തെല്ലാം ഞാൻ അവിടെ യൂസ് ചെയ്യുമോ അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. ഇതേപോലെ നമ്മളിവിടെ സ്വല്പം കൂടെ മുകളിലോട്ടാക്കി സെലക്ട് ചെയ്യാം. ഒരു കാണാൻ ഒരു ഷോയ്ക്ക് വേണ്ടിയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് എഴുതിയില്ലേ, ആ സ്ഥലത്ത് നിങ്ങൾക്ക് അത് കൂടാതെ വേറെ വല്ലതും എഴുതണമെങ്കിൽ അതിൻ്റെ താഴെ എഴുതാം. അപ്പോൾ എപ്പോഴും നമ്മൾ എഴുതാൻ നേരത്ത് അല്പം കൂടെ ചെറുതാക്കി എഴുതുക. ആദ്യത്തെ ചാനലിൻ്റെ പേരിൽ നിന്ന് താഴെ ചെറുതാക്കി എഴുതുക. ഞാൻ കളർ ഇതാ ഇവിടെ സെലക്ട് ചെയ്ത് ചുവപ്പ്, അപ്പോൾ ചുവപ്പ് അത്ര ഇഷ്ടപ്പെട്ടില്ല, മഞ്ഞ കൊടുത്ത് നോക്കാം. ഇനി നമുക്ക് സ്ട്രോക്ക് വന്നിട്ട് ബ്ലാക്ക് കൂടെ കൊടുത്തു നോക്കാം. അപ്പോൾ നല്ല ഡിസൈനാണ്, കുഴപ്പമില്ല. വെടുത്ത് വന്നിട്ട് കൂടുതൽ കൊടുക്കുന്നില്ല, ഒരു 2 വരെ നിർത്തി. അപ്പോൾ കളർ മാറിയതുണ്ട്. അപ്പോൾ കാണാൻ ഒരു ഷോ ഉണ്ട്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ മനസ്സിലാവും. എന്ത് ചെയ്താലും അപ്പോഴും നമ്മൾ ലോക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങും. അതുകൊണ്ടാണ് ലോക്ക് ചെയ്യാൻ പറയുന്നത്. ലോക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ മാറ്റം വരുത്താമെങ്കിൽ ഇപ്പോഴും മാറ്റം വരുത്താം. ഇനി ഞാൻ ഒരു യൂട്യൂബിൻ്റെ ഇതിവിടെ നടക്കുന്നു. ഈ യൂട്യൂബ് ഇമേജ് അത് ചെറുതാക്കി കൊണ്ടുവരിക. എസ്കിയുടെ അടുത്ത് നമുക്കിതിനെ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സൈസ് വന്നിട്ട് ചെറുതാക്കാം. നമുക്ക് കൈകൊണ്ട് ചെറുതാക്കാം, ഇല്ലെങ്കിൽ റിലേറ്റീവ് സൈസിൽ പോയിട്ട് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ ചെറുതാക്കിയാൽ ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് വയ്ക്കാം. തീരെ ചെറുതാവേണ്ട, എത്രയും സൈസൊക്കെ മതി. ഇനി നമുക്കിതിനെ ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തിട്ട് സ്ട്രോക്ക് കൂടെ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വിട്ട് വന്നിട്ട് തീരെ ചെറുതാക്കി സ്ട്രോക്ക് ഇനേബിൾ ചെയ്യുക. സ്ട്രോക്ക് വിടുത്ത് വന്നിട്ട് ഞാൻ ഒരു 7 കൊടുത്തേ ഉള്ളൂ. വൈറ്റ് കളർ കൊടുത്ത് വീണ്ടും വിടുത്ത് വന്നിട്ട് കുറയ്ക്കുകയാണ്. അല്ലെങ്കിൽ കാണാനൊരു ഷോ ഇല്ല, അതുകൊണ്ടാണ്. ഏകദേശം നമ്മൾ ഇതോടെ സെറ്റായി കഴിഞ്ഞു.
ഡാർക്ക്നെസ് എല്ലാം വേണമെങ്കിൽ നമുക്കിവിടെ മാറ്റാവുന്നതാണ്. ഈ 3D ഇല്ല നോക്കാം നമുക്ക്. അപ്പോൾ ഇത്രയും ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് സെൻട്രൽ കൊണ്ടുവന്നത് കംപ്ലീറ്റ് ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കണം. കംപ്ലീറ്റ് സെലക്ട് ആയില്ല, അതാണ് ഇതിൻ്റെ മൂവ് ചെയ്ത്. വീണ്ടും നമുക്ക് ലോക്ക് ചെയ്യേണ്ടി വരും. കംപ്ലീറ്റ് എസ്കെയിൽ നേരത്തെ ടിക്കായില്ല, അതാണ് ഓക്കെ ആവാത്ത. വീണ്ടും ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് അൺലോക്ക് ചെയ്ത് മൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് സെലക്ട് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഈ ഒരു സ്ക്രീനാണ് എടുക്കുന്നത്. ഇത് ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് മോഡിഫൈ ചെയ്തെടുക്കത്തോളം. ഇല്ല അവിടെ ചെന്നിട്ട് പിന്നെ പറ്റത്തില്ല. റിലേറ്റീവ് സൈസിൽ വന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ടു ബാക്ക് അടിക്കാം. ടെസ്റ്റ് വന്നു കഴിഞ്ഞു. ടെസ്റ്റ് നമുക്ക് എവിടെയാണോ വേണ്ടത് ആ സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ ലോഗോ, അതിനെ സെലക്ട് ചെയ്യുക. കളർ ചുവപ്പ് ഒരു രസമില്ല, പഴയ കളർ തന്നെ കൊടുത്തിരിക്കുകയാണ്. പോസിറ്റീവ് വന്നിട്ട് 100 ഇനേബിൾ ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് സ്ട്രോക്ക് കൊടുത്ത് നോക്കാം. സ്ട്രോക്ക് ഇനേബിൾ ചെയ്തു, മാറ്റേണ്ട കളർ കൂടുതൽ വൈറ്റായി കഴിഞ്ഞു. ഇത്രയും മതി. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വ്യത്യാസങ്ങൾ. അതാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഡെപ്ത് വന്നിട്ട് ഓക്കെ ആയി. ഡാർക്ക്നെസ് വന്നിട്ട് 35 കൂടുതലായി വരുന്നുണ്ട്. മതി, ഇത്രയിൽ ഞാൻ സെലക്ട് ചെയ്യണം കേട്ടോ. ഇനി കളർ നോക്കട്ടെ, ഒരു ബ്ലാക്ക് വല്ലതും കൊടുത്ത് നോക്കാം. ബ്ലാക്ക് അത്ര രസമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ കൊടുക്കുന്ന അതേ കളർ തന്നെ കൊടുക്കണമെന്നില്ല. ഞാൻ അതാണ് ഇവിടെ 2 കളറാക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒറ്റ കളറാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് 2 കളർ. ഇവിടെ നമ്മൾ അതിൻ്റെ സൈസ് 3Dയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്, മൂവ് ചെയ്ത് നോക്കുകയാണ്. കൂടുതൽ ചരിഞ്ഞാലൊക്കെ ഒരു രസമില്ല, ആ രീതിയിൽ നമുക്ക് എടുക്കാം. ഇനി ഇത് നമുക്കിവിടെ ഓക്കെ കൊടുത്തിട്ട് ഇനി 3D ടെസ്റ്റ് നോക്കാം. സ്ട്രോക്കിൻ്റെ ഇപ്പോൾ കാണാൻ മുകളിൽ SK ഒക്കെ കാണാൻ ഒരു ഷേപ്പുണ്ട്, പക്ഷേ ഈ താഴത്തെ SK യൂട്യൂബ് ചാനൽ അത്ര കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓഫ്സെറ്റ് ഞാൻ ഒരു 3 വെച്ചു. നമുക്കിവിടെ SK യൂട്യൂബ് ചാനൽ ഫുള്ള് ഉണ്ടല്ലോ, അത് കൂടുതലാക്കാൻ പറ്റത്തില്ല. ആക്കി കഴിഞ്ഞാൽ നമ്മൾ ലോഗോയ്ക്ക് പുറത്ത് പോകും. ഇതിൻ്റെ ഒരു സൈസ് കറക്റ്റിലാണ് ഈ വെച്ചിരിക്കുന്നത്. ഈ എല്ലാം നമ്മൾ ഓക്കെ ആയി. നമുക്ക് ഇതിനെ സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടി ഈ അൾട്രയിൽ തന്നെ നിങ്ങൾ സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ള ഒരു ലോഗോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നു. എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.